Audio Jungle. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നു. പ്രശസ്ത ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞൻ സർ CV രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28-ന് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ കണ്ണൂർ ജില്ലാതല ദേശീയ ശാസ്ത്രദിനാഘോഷത്തിന് മടമ്പം PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ആതിഥേയത്വം വഹിച്ചു. സൈ ഫീസ്റ്റ 2025 എന്ന് പേരിട്ടിരിക്കുന്ന ശാസ്ത്രദിനാഘോഷ പരിപാടി 2025 ഫെബ്രുവരി 7-ന് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻസ് ഫോർ വികസിത് ഭാരത് എന്ന ആശയത്തിലൂന്നിക്കൊണ്ടാണ് നടത്തപ്പെട്ടത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പും കേരള ഗവൺമെൻറ്റിൻ്റെ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റും ചേർന്നാണ് പ്രസ്തുത പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ശ്രീ സുനിൽ പോൾ നയിക്കുന്ന സ്റ്റെം ഇൻ എഡ്യൂക്കേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് NEP 2020 എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പും പരിപാടിയിലുണ്ടായിരുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സയൻസ് കിറ്റ് നിർമ്മാണ മത്സരവും അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി പെയിൻറ്റിംഗ് മത്സരവും നടത്തി. മടമ്പം PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ജെസി NC കൺവീനറായും വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് മാത്യു പ്രോഗ്രാം കോർഡിനേറ്ററായും പ്രവർത്തിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കാനായി കോളേജിൽ എത്തിച്ചേർന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ കൃത്യം 9:30-ന് തന്നെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചു. സ്റ്റെം ഇൻ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥി കോർഡിനേറ്റർ ശിശിര V സ്വാഗത പ്രസംഗം നടത്തി. ഡോക്ടർ പ്രശാന്ത് മാത്യു പ്രൊജക്ട് വിവരണം അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജെസി NC ചടങ്ങിൽ അധ്യക്ഷ ഭാഷണം നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ പ്രതീകപ്പെടുത്തിക്കൊണ്ട് ഒരു ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ട് പ്രശസ്ത അന്തരീക്ഷ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MK സതീഷ് കുമാർ സൈ ഫീസ്റ്റ 2025 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷനും ഡോക്ടർ സതീഷ് കുമാറും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെസി NC അദ്ദേഹത്തിന് ഒരു മൊമെൻറ്റോ സമ്മാനിച്ചുകൊണ്ട് ആദരിച്ചു. ദേശീയ ശാസ്ത്രദിനാഘോഷത്തിൻ്റെ വിദ്യാർത്ഥി കോർഡിനേറ്റർ റിയാസ് സുനിൽ ചടങ്ങിന് നന്ദി പറഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് ഡോക്ടർ MK സതീഷ് കുമാർ ഉൾക്കാഴ്ച നൽകുന്ന ഒരു പ്രസംഗം നടത്തി. വരും ദശകത്തിൽ മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം ഗണ്യമായി വർദ്ധിച്ചു വരുന്നത് എത്രമാത്രം ഭീഷണി ഉയർത്തുന്നു എന്ന ഭയാനകമായ യാഥാർത്ഥ്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. 5 മില്ലിലിറ്ററിൽ താഴെ വലിപ്പമുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മനുഷ്യനും മൃഗങ്ങൾക്കും സമുദ്രജീവികൾക്കുമടക്കം ഉണ്ടാക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിസ്ഥിതിയും പൊതുജന ആരോഗ്യവും സംരക്ഷിക്കുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനെ പറ്റിയും അദ്ദേഹം ഊന്നി പറഞ്ഞു. രാവിലെ 11:40-ന് ഈ സെഷൻ അവസാനിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മൾട്ടിപർപ്പസ് ഹാളിൽ രാവിലെ 10:30-ന് സയൻസ് കിറ്റ് നിർമ്മാണ മത്സരം നടന്നു. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികൾ വീതമുള്ള 20 ടീമുകൾ പങ്കെടുത്തു. റിട്ടയർഡ് ഹൈസ്കൂൾ സയൻസ് അധ്യാപകരായ KK രവി, PP ഗോപാലൻ എന്നിവർ സയൻസ് കിറ്റ് നിർമ്മാണ മത്സരത്തിൻ്റെ വിധികർത്താക്കളായി പാനലിൽ ഉണ്ടായിരുന്നു. സമഗ്രമായ വിലയിരുത്തലിന് ശേഷം വിജയികളെ തിരഞ്ഞെടുത്തു. മത്സരം ഉച്ചയ്ക്ക് 12:30-ന് അവസാനിച്ചു. സയൻസ് കിറ്റ് നിർമ്മാണ മത്സരത്തിൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്നുള്ള ആരോൺ ജോസഫ് 1-ാം സ്ഥാനവും ഫസ്കോ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ഷ്യാം സെബാസ്റ്റ്യൻ സിജോ 2-ാം സ്ഥാനവും ഇരിക്കൂർ GHSSലെ നവതേജ് T, ശ്രീരാജ് AV എന്നിവർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരത്തിലെ വിജയിയെ സംസ്ഥാന മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തു. വേൾഡ് ഇൻ 2050 എ വിഷൻ ഫോർ ഗ്രീനർ ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ സ്കൂൾ തലത്തിൽ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ഒരു പെയിൻറ്റിംഗ് മത്സരം സംഘടിപ്പിച്ചു.
കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് അധ്യാപക വിദ്യാർത്ഥികൾ കലാസൃഷ്ടികൾ മൂല്യനിർണ്ണയത്തിനായി ശേഖരിച്ചു. 24 സ്കൂളുകളിൽ നിന്നായി ഏകദേശം 500ഓളം ചിത്രരചനകൾ മൂല്യനിർണ്ണയത്തിനായി ഉണ്ടായിരുന്നു. ഓരോ സ്കൂളിലെയും മികച്ച 3 ചിത്രങ്ങൾ കൂടുതൽ വിലയിരുത്തലിനായി തിരഞ്ഞെടുത്തു. വിജയികളെ നിർണ്ണയിക്കുന്നതിനായി അധ്യാപക വിദ്യാർത്ഥികളായ വിഷ്ണു കൃഷ്ണനും നിവേദിത കെവിയും വിധികർത്താക്കളായി സേവനമനുഷ്ഠിച്ചു. വിജയികളുടെ ചിത്രങ്ങൾ ക്ലാസ് മുറിയിൽ പ്രദർശിപ്പിച്ചു. ERMHSS പാനൂരിൽ നിന്നുള്ള തന്മയദേവ് 1ാം സ്ഥാനവും മേരിലാൻഡ് HSS മടമ്പത്ത് നിന്നുള്ള മുഹമ്മദ് ഷസീൻ 2ാം സ്ഥാനവും ഇരിക്കൂർ ഇസ്ലാഹി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബിഷാര ഫാത്തിമ 3ാം സ്ഥാനവും കൈവരിച്ചു.